കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മളൊക്കെ 4-ാം തീയതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളേവരും റിസൾട്ട് കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളോട് കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തണ്ട എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഇലക്ഷൻ നടന്നാൽ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി വിജയിച്ചെന്നിരിക്കും. ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ആ ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്താൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഇന്ത്യയുടെ ഇലക്ഷൻ ചരിത്രം. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്താലും സ്ഥാനാർത്ഥി ജയിക്കണം എന്നില്ല എന്ന് വന്നിരിക്കുന്നു. കാരണം വോട്ട് ചെയ്യുന്ന വോട്ട് കാണാതെ വരുന്ന അവസ്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാതെ തന്നെ വോട്ട് പറന്നു വന്ന് മിഷനിൽ കടന്നുകൂടുന്നതായും കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഞാനിത് ചുമ്മാതെ പറയുന്നതല്ല. ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം നേരത്തെ ഭരിച്ചിരുന്നത് നമുക്കെല്ലാം അറിയാം. ഒറീസയിലെ പ്രാദേശിക പാർട്ടിയായ ബിജു ജനതാദളാണ്. ആ ബിജു ജനതാദളിൻ്റെ നേതാവായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. BJPയുടെ ഘടകകക്ഷിയായാണ് ആ പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം BJP സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ബിജു ജനതാദളിൻ്റെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിജു ജനതാദളിൻ്റെ നേതാവ്, മുൻ മുഖ്യമന്ത്രി ഈ വിഷയത്തെപ്പറ്റി കൃത്യമായ ഒരു പഠനം നടത്തി എങ്ങനെയാണ് തൻ്റെ പാർട്ടിയും ഭരണവും അവിടെ പരാജയപ്പെട്ടത് എന്ന്. അപ്പോൾ കാണാൻ കഴിഞ്ഞ ചില മാജിക്കുകൾ ഇന്ത്യയിലെ പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി മുൻപാകെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ 1-2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം വോട്ട് ചെയ്താലും വോട്ട് കാണില്ല എന്ന് ചുമ്മാതെ പറഞ്ഞതല്ല, വോട്ട് ചെയ്തില്ലേലും ശരി വോട്ട് വന്നെത്തും എന്ന് പറഞ്ഞതും ചുമ്മാതെ പറഞ്ഞതല്ല. കാരണം ഒറീസയിലെ പുൽമേനി എന്ന വാർഡിൽ ബൂത്ത് നമ്പർ 52, അവിടെ ആകെ വോട്ട് ചെയ്തത് 652 പേരാണ്. ആ 652 പേർ വോട്ട് ചെയ്ത ആ ബൂത്തിൽ വോട്ടെണ്ണിയപ്പോൾ ഒറ്റയാൾ പോലും വോട്ട് ചെയ്തതായി കാണുന്നില്ല. ഈ വോട്ട് ചെയ്യുമ്പോൾ ഫോം നമ്പർ 7 പൂരിപ്പിക്കാറുണ്ട്. അതിലുള്ള കണക്കാണ് ഞാൻ പറഞ്ഞ 652 വോട്ട്. അടുത്തത് പനമ്പൂർ എന്ന ഒരു ഏരിയയിലെ 14 ബൂത്തുകളിൽ നിന്നായി ആളുകൾ വോട്ട് ചെയ്തത്. ആകെ 14 ബൂത്തിൽ വോട്ട് ചെയ്തപ്പോൾ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത് വെറും 82 പേര് മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. പക്ഷേ 82 പേർ വോട്ട് ചെയ്ത ആ 14 ബൂത്തുകളിൽ വോട്ടെണ്ണിയപ്പോൾ 9304 വോട്ട് എവിടെ നിന്നോ പറന്നു വന്ന് മിഷനിൽ കയറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളാരും വോട്ട് ചെയ്ത് എന്ന് പറഞ്ഞ് സമാശ്വസിക്കണ്ട. നിങ്ങൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലേലും ഇലക്ഷൻ കമ്മീഷനും കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടവും വിചാരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന അവസ്ഥ ഈ നാട്ടിലിപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇലക്ഷനിലെ സുതാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ നാടിൻ്റെ അവസ്ഥ. അതായത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നമ്മളുടെ ബൂത്തുകളിലേക്ക് കൊടുത്തുവിടുന്ന മിഷ്യൻ്റെ നിർമ്മാണത്തിന് ചുമതല ഏൽപ്പിച്ചിട്ടുള്ള കമ്പനികളുടെ കയ്യിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ കോഡുണ്ട് എന്നും ആ കോഡ് ഉപയോഗിച്ച് എവിടെ ഇരുന്നു കൊണ്ടും ഇത് തുറക്കാമെന്നും ഇതിൽ പുതിയതായി വോട്ട് കയറ്റാനും ഇറക്കാനും കഴിയും എന്നും ഇന്ന് ലോകത്തെ സാങ്കേതിക വിദ്യയെപ്പറ്റി അറിയാവുന്ന എഞ്ചിനീയർമാർ പുറത്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതും ഇതിന് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് 4-ാം തീയതി മലയാളി
വലിയ ആഗ്രഹമൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷകൾ ഒക്കെ ആകാം, പക്ഷേ അധികമാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.